ഇന്ത്യ US വ്യാപാര ഇടക്കാല കരാറിന്റെ പ്രാഥമിക ചട്ടക്കൂടിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യക്കും അമേരിക്കയ്ക്കും സന്തോഷ വാർത്തയെന്ന് മോദി എക്സിൽ കുറിച്ചു. കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് കൂടുതൽ വിപണി പ്രവേശവും അവസരങ്ങളും ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ നിലനിർത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് കരാർ പ്രതിഫലിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഇവരുടെ പ്രതികരണങ്ങളിൽ ആ കരാറിന്റെ കൂടുതൽ വിവരങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ കാർഷിക മേഖലയിൽ ഏതൊക്കെ മേഖല, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കരാറിൽ ഒരുപാട് വാതിൽ തുറന്ന് കാർഷിക മേഖലയിലേക്ക് എത്തിയാൽ കർഷകരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ആ മേഖലയിലുണ്ട്. ബൽറാം, ഹഷ്മി ക്രിസ്റ്റീന, ഈ കരാറിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ, അതിന്റെ ചർച്ചാഘട്ടത്തിൽ ഒട്ടേറെ ആശങ്കകൾ രാജ്യത്തെ കർഷകരും പ്രത്യേകിച്ച് ക്ഷീര കർഷകർ പങ്കുവച്ചിരുന്നു. ഈ കരാറിന് മുമ്പായുള്ള ഇടക്കാല കരാറിന്റെ ചട്ടക്കൂട് സംബന്ധിച്ചുള്ള പ്രാഥമിക പ്രസ്താവന പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന മന്ത്രിമാർ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രതികരണങ്ങൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ നടത്തിയിട്ടുണ്ട്. അതിൽ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ പ്രസ്താവനയിലാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതകൾ ഉള്ളത്. കാർഷിക പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണമായും സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. ചോളം, ഗോതമ്പ്, അരി, സോയ, കോഴി, പാൽ, ചീസ്, എത്തനോൾ, പുകയില, ചില പച്ചക്കറികൾ, മാംസം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണമുണ്ട് എന്നും വ്യാപാര കരാറിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് US തീരുവ ഇളവുകൾ അനുവദിച്ചിട്ടില്ല എന്നും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ നിലനിർത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ കരാറിലെ ചട്ടക്കൂട് വ്യക്തമാക്കുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ ഒരു പ്രതികരണം പ്രസ്താവന ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കരാറിനെ അഭിനന്ദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യക്കും അമേരിക്കയ്ക്കും സന്തോഷ വാർത്ത എന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ വ്യക്തിപരമായ പ്രതിബദ്ധതയ്ക്ക് നന്ദി എന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ചട്ടക്കൂട് പങ്കാളിത്തത്തിന്റെ വളരുന്ന ആഴവും വിശ്വാസവും ചലനാത്മകതയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും രാജ്യത്തിന്റെ കർഷകർ, സംരംഭകർ, മത്സ്യ തൊഴിലാളികൾ എന്നിവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതാണ് എന്നും മേക്ക് ഇൻ ഇന്ത്യയെ ഇത് ശക്തിപ്പെടുത്തുമെന്നും രാജ്യത്തെ സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ആഗോള വളർച്ചയ്ക്ക് ഈ ഒരു കരാർ ഗുണം ചെയ്യും എന്നുമാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ, വിശദീകരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും വരേണ്ടതുണ്ട്. ഇപ്പോഴും കാതലായ ചില മേഖലകൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന കാര്യം ഇപ്പോഴും പുറത്തേക്ക് വരാനുണ്ട്. അത് ഇതിനോടകം തന്നെ വരേണ്ടതാണ് യഥാർത്ഥത്തിൽ, പക്ഷെ അതിപ്പോഴും വരുന്നില്ല. അത് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്നാൽ മാത്രമേ ഓരോരോ മേഖലകൾ, നമ്മുടെ കോറായ മേഖലകളിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന വല്ലാതെ നികുതിയൊന്നുമില്ല കടന്നു വരികയാണെങ്കിൽ അവരുടെ ഉപജീവനമൊക്കെ ഏത് രീതിയിലാവുമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. അപ്പം ഇത് ഒരുപാട് നേട്ടങ്ങൾ കരാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെയൊക്കെ അറിയണമെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വരണം. ഉടൻ തന്നെ വരുമായിരിക്കും. ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കുക അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ കരാർ വരുമ്പോൾ തന്നെ അതിന്റെ പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് അത് ഏതൊക്കെ മേഖലയാണോ അവിടെയുള്ളവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ തന്നെ കൊടുത്താൽ നമുക്കത് നേട്ടം ഉണ്ടാക്കാനാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.